Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ആണ്. അതോടൊപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ വരെ നോക്കിയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ് ആണ്. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടന്റ്. സോ ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓവൻ ഡ്രൈ മെത്തേഡാണ്. ഓക്കെ, ഓവൻ ഡ്രൈ മെത്തേഡാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ്. സോ ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് വെച്ചാൽ ലാമ്പ് മെത്തേഡാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് നമ്മൾ കോളേജിലുണ്ട സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ മെത്തേഡ്. വളരെ സിമ്പിളാണ്. നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അതിൽ കണ്ടെയ്നർ എടുക്കുക, അതിൽ വേ ചെയ്യുക, W1 നോട്ട് ചെയ്യുക, എന്നിട്ട് അതിന് നമ്മൾ കിട്ടുന്ന സാമ്പിൾ വെറ്റ് സാമ്പിൾ ആയിരിക്കും. അതിനെ ഫിൽ ചെയ്തിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് പിന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഡ്രൈ സാമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു വാട്ടർ കണ്ടൻറ്റ്, സോ നമുക്ക് മനസ്സിലായി. അപ്പോൾ നേരത്തെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഇല്ല. സോ അതിനെ മൈനസ് ചെയ്ത് കിട്ടുന്ന റേഷ്യോനാണ് നമ്മൾ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതായത് W3 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ മൈനസ് W2 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ എം ടി കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിൽ ഡിവൈഡഡ് ബൈ വെയിറ്റ് W3 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ എം ടി കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിൽ, അതായത് നമ്മളുടെ ഫൈനൽ സാമ്പിൾ മൈനസ് ഇനീഷ്യൽ വെയിറ്റ് ഓഫ് ദ എം ടി കണ്ടെയ്നർ. സോ ഇതിനെ നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റ് വാട്ടർ കണ്ടൻറ്റ് കിട്ടും. സോ ഇതാണ് ബേസിക് ആയിട്ട് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് ഓവൻ ഡ്രൈ മെത്തേഡ്. ഒന്നുമില്ല, ഓവൻ യൂസ് ചെയ്ത് നമ്മൾ ഡ്രൈ ചെയ്യും നമ്മുടെ സാമ്പിളിനെ. അതിനാണ് ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡിലാണ് T=1 നമ്മൾ സാമ്പിൾ പുറത്തെടുക്കുന്നത്. ഓക്കെ, T=2 നമ്മൾ സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ നമ്മുടെ ലാബിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കാരണം ഇതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനെ നമ്മൾ ഓവർകം ചെയ്ത ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് പറയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് പിന്നും റിറ്റെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ബാക്കി നമ്മുടെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ഓവൻ ഈസ് നോട്ട് അവൈലബിൾ. ഇപ്പോൾ ഓവൻ അവൈലബിൾ അല്ല നമ്മുടെ കൺട്രോളിൽ. ഓക്കെ, നമ്മുടെ സ്ഥലത്ത് ഓവൻ അവൈലബിൾ അല്ല. നോ കൺട്രോൾ ഇൻ ടെമ്പറേച്ചർ ബട്ട് യൂണിഫോം ആൻഡ് ഗ്രാജുവൽ ഹീറ്റിംഗ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് മെത്തേഡ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സാമ്പിളിൽ കാണുവാണെങ്കിൽ സോയിൽ സാൻഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സാൻഡ് വെച്ചിട്ടുണ്ട്, ഇതിൽ നമ്മൾ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ താഴെ നിന്ന് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് യൂണിഫോം ആയിട്ട് ഹീറ്റ് അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, യൂണിഫോം ആയിട്ടല്ല, നോൺ യൂണിഫോം ഹീറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനെ കഴിഞ്ഞ മെത്തേഡിനെ പോലെ W1 വെയിറ്റ് ചെയ്തു എം ടി സാമ്പിളിനെ. W2 നമ്മുടെ ഏതാണ് ബൾക്ക് സാമ്പിൾ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ പ്ലസ് വെറ്റ് സാമ്പിളിനെ കൺസിഡർ ചെയ്തു. അതിനെ ബാത്ത് അല്ലെങ്കിൽ സാൻഡ് ബാത്തിൽ വെച്ച് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഈ നോൺ യൂണിഫോം ഹീറ്റിംഗ് ആണ് ഇതിലുള്ളത്. നമ്മുടെ ഹീറ്റിൽ നമുക്ക് കൺട്രോൾ കാണത്തില്ല. പിന്നെ ഇത് ഇവാപ്പറേറ്റ് ആവും, ഇതിൻ്റെ വാട്ടർ ഇവാപ്പറേറ്റ് ആവും. പിന്നെ നമുക്ക് കിട്ടുന്ന സാമ്പിൾ W3 ആണ്. സോ സെയിം ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് യൂസിങ് സാൻഡ് ബാത്ത് മെത്തേഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സാൻഡ് ബാത്ത് മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ആൽക്കഹോൾ മെത്തേഡ് സെയിം ആണ് ദാൻ ദാറ്റ് ഓഫ് ഈ ഓവൻ ഡ്രൈ മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡിനെ പോലെ തന്നെ. ഓക്കെ, ഓവൻ ഡ്രൈ മെത്തേഡിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ W1 W2 എടുത്ത് ഇതിൽ ഹീറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഡ്രൈ സാമ്പിൾ കിട്ടി. അതുപോലെ തന്നെ സാൻഡ് ബാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ യൂണിഫോം ഹീറ്റിംഗ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഡ്രൈ സാമ്പിൾ കിട്ടി. ബട്ട് ഈ ഒരു ആൽക്കഹോൾ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കഹോൾ കൂടെ ആഡ് ചെയ്യും. ഇതിൽ സാമ്പിളിൻ്റെ കൂടെ ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ആകുന്നതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ കൂടും. ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ആകുന്ന റേറ്റ് വളരെ കൂടും. സോ ഇത് കാരണം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കമ്പാരിറ്റീവ്ലി സാൻഡ് ബാത്ത് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതാണ് ആൽക്കഹോൾ മെത്തേഡ്. സെയിം as the method of the sand bath method, alcohol is added so as to increase the rate of evaporation. No control on heating. ഇതിൻ്റെയും ഹീറ്റിങ്ങിൽ ഒരു കൺട്രോളും ഇല്ല. ഇതാണ് ആൽക്കഹോൾ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ഓർ മോയ്സ്ചർ മീറ്റർ മെത്തേഡ്. കാൽഷ്യം കാർബൈഡ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് ആക്യുറേറ്റ് മെത്തേഡാണ്. ഓക്കെ, ആക്യുറേറ്റ് മെത്തേഡാണ്. നമ്മൾ സാമ്പിൾ എടുക്കുന്നത് 4 to 6 gram ഓഫ് സോയിലാണ്, ഇൻക്ലൂഡിങ് മോയ്സ്ചർ. ഒബ്വിയസ്ലി ഇൻക്ലൂഡിങ് മോയ്സ്ചറാണ് നമ്മൾ സാമ്പിളിന് കൺസിഡർ ചെയ്യുമ്പോൾ ബൾക്ക് സാമ്പിൾ ആയിരിക്കും. സോ അതിൽ വെറ്റ് സോയിലും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ,
പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കാൽഷ്യം കാർബൈഡ് ആണ് ആഡ് ചെയ്യുന്നത് വിത്ത് സ്റ്റീൽ ബോൾഡിൻ്റെ കൂടെ നമ്മൾ കാൽഷ്യം കാർബൈഡ് ആഡ് ചെയ്യും സോ ദാറ്റ് പ്രോപ്പർ മിക്സിംഗ് ടേക്സ് പ്ലേസ്. ഓക്കെ, സോ ദാറ്റ് പ്രോപ്പർ മിക്സിംഗ് ടേക്സ് പ്ലേസ്. സോ പ്രോപ്പർ മിക്സിങ്ങും ആകും. നമ്മൾ കാൽഷ്യം കാർബൈഡ് കൂടെ സ്റ്റീൽ ബോൾസ് ആഡ് ചെയ്ത് എന്നിട്ട് പ്രോപ്പർ മിക്സിംഗ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, വാട്ടർ മിക്സിംഗ് ഫോർ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 5 to 7 minutes ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റിയാക്ഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കാൽഷ്യം കാർബൈഡ് ആഡ് ചെയ്ത് സോയിൽ സാമ്പിളിൻ്റെ കൂടെ സോയിൽ സാമ്പിളിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യുമ്പോൾ CaOH ടോയ്സ് സെപ്പറേറ്റഡ് ആവും പ്ലസ് C2H2. ഈ ഒരു ഇതാണ് വാട്ടറിൻ്റെ പ്രസൻസിനെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഈ ഒരു സാമ്പിൾ, ഈ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ റിയാക്ട് ചെയ്തിട്ട് മേളിലോട്ട് റേസ് ആവും. മേളിലോട്ട് റേസ് ആകുമ്പം എത്ര വാട്ടറാണോ അത് അത്രയും ഈക്വലൻറ്റ് പ്രഷർ അല്ലെങ്കിൽ അത്രയും ഈക്വലൻറ്റ് പ്രഷർ ഇവിടെ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റെക്കോർഡഡ്. അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയൽ ഗോജ് ത്രൂ നമ്മൾ റെക്കോർഡ് ചെയ്യും. എത്ര വാട്ടർ കണ്ടൻ്റ് ആണ് ഇവാപ്പറേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രഷർ ഫോം ചെയ്യുന്നത് അത് നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്ന് മനസ്സിലായി. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് അപ്പാരറ്റസ്. ഇതാണ് ഇതിൻ്റെ അപ്പാരറ്റസ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൈനോമീറ്റർ മെത്തേഡ്. ഇത് വളരെ ബേസിക് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ്. കോണിക്കൽ സാമ്പിൾ ഉണ്ടായിരിക്കും. 900 ml ഫ്ലാസ്ക് ആയിരിക്കും. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 6 mm ഡയമീറ്റർ ആണ്. ഓൺലി പെർഫോംഡ് വിത്ത് കൊഹേഷൻലെസ് സോയിലാണ് കൺസിഡർ ചെയ്യുന്നത്. കൊഹസീവ് സോയിൽ കൺസിഡർ ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളാണ്. സെയിം എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ കൊഹസീവ് സോയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതിൽ നമ്മൾ ഇൻട്രാപ്ഡ് എയർ അല്ലെങ്കിൽ വോയിഡ്സ് ഉള്ളത് വളരെ മൈന്യൂട്ടായിരിക്കും. നമുക്ക് അറിയാം ഫൈൻ ഗ്രെയിൻ സോയിലിൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും, മൈന്യൂട്ടായിട്ടുള്ളതായിരിക്കും. നമുക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ അത് കാരണം നമ്മൾ കൊഹസീവ് സോയിലിൽ കൺസിഡർ ചെയ്യത്തില്ല. കൊഹേഷൻലെസ് സോയിലാണ് കൺസിഡർ ചെയ്യുന്നത്. കൊഹേഷൻലെസ് സോയിൽ എന്ന് പറഞ്ഞാൽ സാൻഡ്. ഓക്കെ, കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ. ഓക്കെ, മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജ് 1 W1 എന്ന് പറഞ്ഞാൽ എംറ്റി പൈനോമീറ്ററിൻ്റെ വെയിറ്റ് ചെയ്തു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പൈനോമീറ്റർ പ്ലസ് സോളിഡ് സാമ്പിൾ പ്ലസ് വാട്ടറിനെ നമ്മൾ ആഡ് ചെയ്ത് വാട്ടറിനെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ മോയ്സ്റ്റ് സാമ്പിൾ നമ്മുടെ ഇത് സോയിൽ സാമ്പിൾ പ്ലസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നോർമൽ ഒരു നാച്ചുറൽ സ്റ്റേറ്റിൽ നമ്മൾ സോയിൽ സാമ്പിളിനെ എടുക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ ഇൻവോൾവ് ആയിരിക്കും. മോയ്സ്ചർ കണ്ടന്റ് എന്തായാലും കാണും. ഓക്കെ, സോ അതാണ് ഈ വാട്ടർ സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പൈനോമീറ്റർ പ്ലസ് സോയിൽ മാസ് പ്ലസ് വാട്ടർ മാസ് പ്ലസ് എക്സ്ട്രാ വാട്ടർ ആഡ്. തമ്മിൽ നമ്മൾ എക്സ്ട്രാ വാട്ടർ അതിനെ ഫിൽ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യും. ബിക്കോസ് അത് എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രാ എന്തെങ്കിലും വോയിഡ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് അത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഫോർത്ത് സ്റ്റേജിൽ വാട്ടർ മാത്രം, പൈനോമീറ്റർ വാട്ടർ മാത്രം. ഇതിൽ എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. 1 വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ ആണ്, W ഇത് നമ്മൾ എടുത്ത സാമ്പിളാണ്. പിന്നെ തേർഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളാണ് എക്സ്ട്രാ ആഡ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു വാട്ടർ, നമ്മൾ ഇത്രയും വാട്ടർ ഫിൽ ചെയ്തു. ഓക്കെ, ഇത്രയും വാട്ടർ ഫിൽ ചെയ്തു, അതാണ് W3. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ഓൺലി വാട്ടർ, ഇതിൽ വാട്ടർ മാത്രമാണ് ഉള്ളത്. ഓക്കെ, സോ ഇതിൽ നമുക്കറിയാം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ് ആണ്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ വാട്ടർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജ് 4ൽ നമ്മൾ വെയിറ്റ് ഓഫ് ദ W4ലാണ് നമ്മൾ വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടുന്നത്. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ W3 മൈനസ് WS പ്ലസ് WW. ഓക്കെ, എന്ന് വെച്ചാൽ WW എന്ന് പറഞ്ഞാൽ വോള്യൂം ഓഫ് വാട്ടർ ആണ്. അത് ഈക്വലൻറ്റ് ടു വോള്യൂം ഓഫ് സോളിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടി. ഇവിടെ നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടി. നമ്മൾ 4th സ്റ്റേജിൽ അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പം ഇതിൽ ഈ സ്റ്റെപ്പ് ത്രൂ നമുക്ക് വെയിറ്റ് ഓഫ് ദ സോളിഡ് കിട്ടും. ബിക്കോസ് വെയിറ്റ് ഓഫ് ദ വാട്ടർ എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആണ് വെയിറ്റ് ഓഫ് ദ സോളിഡിൻ്റെ. സോ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് വെയിറ്റ് ഓഫ് ദ സോളിഡ് കിട്ടും. ഓക്കെ, പ്ലസ് അടുത്തതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ മാസ് അല്ലെങ്കിൽ മാസ് ഓഫ് ദ വാട്ടർ ഇൻ സ്റ്റേജ് 2. സ്റ്റേജ് 2ൽ എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ദ W2 മൈനസ് W1. നമ്മൾ നോക്കുകയാണെങ്കിൽ W2ൽ നമ്മൾ W1 മൈനസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സാമ്പിൾ മാത്രം കിട്ടും. മൈനസ് വെയിറ്റ് ഓഫ് ദ സോളിഡ്. അപ്പോൾ മൈനസ് നമുക്ക് ഈ ഒരു വെയിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടും. സോ ഇതാണ് വെയിറ്റ് ഓഫ് ദ വാട്ടർ. സോ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ വാട്ടർ ബൈ വെയിറ്റ് ഓഫ് ദ സോളിഡ്. നമുക്ക് രണ്ടും കാൽക്കുലേറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒരു ഫൈനൽ ആൻസർ കിട്ടി. നമുക്ക് ഇതുവരെ പറഞ്ഞത് തിയോററ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂസിൽ, കൺവെൻഷണൽ പോയിൻ്റ് ഓഫ് വ്യൂസിലാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് W1, W2, W3, W4 സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, സോ നമുക്ക്
കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഇത്ര വലിയൊരു ഫോർമുലയാണ്, നമുക്ക് പഠിക്കാൻ വളരെ പാടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഡബ്ല്യു എന്ന് എല്ലാത്തിലും എഴുതണം. ഓക്കെ, ഇവിടെ നമുക്ക് ഓർഡർ വൈസ് ഫോളോ ചെയ്യാം. 1 2 3 4 ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. പിന്നെ 1 - 1 ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി -1 ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കിട്ടും. സോ പൈനോമീറ്റർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് മാത്രമല്ല സ്പെസിഫിക് ഗ്രാവിറ്റി കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ വേറൊരു ഫോർമുല കൂടെ ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് തിങ് അബൌട്ട് പൈനോമീറ്റർ ടെസ്റ്റ്. ഓക്കെ, ഇത് ഈ ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദിസ് മെത്തേഡ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആൻഡ് gamma rays are emitted from which neutron will be collide with H2O ion that loses its energy. സോ ഇത്രയും സ്റ്റോറി എഴുതിയിട്ടുണ്ട്. സോ ഇത് ഒന്നുമല്ല, ബേസിക്കലായിട്ട് നമ്മൾ 2 കേസിങ്, നമ്മൾ സ്റ്റീൽ കേസിംഗ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കാണും. ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഡിറ്റക്ടർ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ സ്റ്റീൽ കേസിങ്, രണ്ടും സ്റ്റീൽ കേസിംഗ് ആണ്. അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു പ്ലേസിൽ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. സോ ഇവിടെ എത്ര വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ H2 മോളിക്യൂൾസ് ഉണ്ടോ അത്രയും ഇത് റിയാക്ട് ചെയ്യും. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ അത്രയും കുറവ് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത്ര കൂടുതൽ റിയാക്ട് ചെയ്യും. അപ്പം റിയാക്ട് ചെയ്ത് ഇപ്പം ഇത് വാട്ടർ മോളിക്യൂൾസ് കൊണ്ട് റിയാക്ട് ചെയ്ത് ബാക്കിയുള്ള സാമ്പിൾ മാത്രമേ പെനിട്രേറ്റ് ചെയ്ത് ഡിറ്റക്ടറിൽ വരെ എത്തത്തുള്ളൂ. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഇവിടെ ഡിറ്റക്ടറിൽ കുറച്ച് റേഡിയേഷൻ മാത്രമേ വരും. വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ കൂടുതൽ റേഡിയേഷൻ വരും. അത് കാരണം നമുക്ക് വാട്ടർ കണ്ടൻറ്റ് എത്രയുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗാമ റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അത് ന്യൂട്രോൺ കൊളൈഡ് ചെയ്യും. ന്യൂട്രോൺ എന്ന് വെച്ചാൽ ഇതിൽ ഗാമ റേഡിയോ റേസിലുള്ള ന്യൂട്രോൺ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ H2O അയൺ കൊണ്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ആ എനർജി ലൂസ് ആവും ഈ ന്യൂട്രോണിൻ്റെ. അപ്പം ബാക്കി എനർജി ലൂസായിട്ടുള്ള എനർജി മാത്രമേ ഈ ഡിറ്റക്ടറിൽ റീച്ച് ആവത്തുള്ളൂ. ഓക്കെ, അതാണ് ഡിറ്റക്ടർ വഴി മനസ്സിലാവുന്നത്. സോ ഇത് കാരണം നമുക്ക് വാട്ടർ കണ്ടൻറ്റ് എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിറ്റക്റ്റ് ആവത്തുള്ളൂ, വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ കൂടുതൽ ഡിറ്റക്റ്റ് ആവും. സോ അത് കാരണം നമുക്ക് റേഡിയേഷൻ വഴി നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് ഇതിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ കോസ്റ്റ്ലിയാണ്, അൺഎക്കണോമിക്കലാണ് ആൻഡ് സേഫ്റ്റി. പിന്നെ നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. സോ സേഫ്റ്റി മെഷേഴ്സ് വളരെ കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ജനറലി നമ്മൾ ഇത് ഫോളോ ചെയ്യാറില്ല. അപ്പോൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷർമെൻറ്റ് കോബാൾട്ട് 60 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയേഷൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടോർഷണൽ ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോർഷണൽ ബാലൻസ് മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും ഒരു ലാമ്പ്. ഇവിടെ ഒരു ലാമ്പ് നമ്മൾ കണക്ട് ചെയ്യും. ഈ ലാമ്പിൻ്റെ ഒരു റേഡിയേഷൻ ഇവിടെ നമ്മൾ വാട്ടർ സാമ്പിൾ ഇവിടെ നമ്മൾ വയ്ക്കും. ഓക്കെ, സാമ്പിളാണ് ഇവിടെ വയ്ക്കുന്നത്. ഇതിൽ വാട്ടറും ഉണ്ട്, വെറ്റ് സോയിലും ഉണ്ട്, സാമ്പിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ലാമ്പ് കൺസിഡർ ചെയ്യും. ഈ ഒരു ടോർഷണൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാമ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇതിൽ എമിറ്റ് ചെയ്ത് ഇത് വാട്ടർ ഇവാപ്പറേറ്റ് ആവും. ഓക്കെ, വാട്ടർ ഇവാപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് ഡ്രൈ സാമ്പിൾ കിട്ടും ഫൈനലി ഒരു സ്റ്റേജ് പോകുമ്പോൾ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സാമ്പിളിൻ്റെ വെയിറ്റ് ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ടോർഷണൽ ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇത് ഡ്രൈ അല്ലെങ്കിൽ ഓവൻ ഡ്രൈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻസ് വെർഷൻ എന്ന് പറയാം. ഓവൻ ഡ്രൈ മെത്തേഡിൽ എന്തായിരുന്നു പ്രോബ്ലം? ഓവൻ ഡ്രൈ മെത്തേഡിൽ നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ മോയ്സ്ചർ ആക്ട് ആകുന്നുണ്ടായിരുന്നു. സോ മോയ്സ്ചർ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതിൽ. സോ അത് നമുക്ക് കറക്റ്റ് എത്രയാണോ കറക്റ്റ് നമ്മൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ വെയിറ്റ് ഓൾമോസ്റ്റ് കുറച്ച് മോയ്സ്ചർ കണ്ടൻറ്റ് അതിൽ ബൈ ഡിഫോൾട്ട് ആഡ് ആകാറുണ്ട് ബിക്കോസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ. സോ നമുക്ക് എക്സാക്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എക്സാക്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമുക്ക് എത്രയാണോ വാട്ടർ അല്ലെങ്കിൽ ഡ്രൈ സാമ്പിൾ എന്ന് വെയിറ്റ് നമുക്ക് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ടോർഷണൽ ബാലൻസ് മെത്തേഡ്. ഓക്കെ, സോ ഇൻഫ്രാറെഡ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈയിങ് ദ സാമ്പിൾ. അതായത് ലാമ്പ് ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത്. സൂട്ടബിൾ ഫോർ സോയിൽ വിച്ച് അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ മോർ ക്വിക്ക്ലി. സോ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓവർ ഡ്രൈ. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. സോ ഇത് അഡ്വാൻറ്റേജസ് ആണ് ഓവർ ഓവൻ ഡ്രൈ മെത്തേഡ്. സോ നമുക്ക്
റഫായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഓവൻ ഡ്രൈ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ എടുത്തു, ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തു, നമുക്ക് 2 സാമ്പിൾ നമുക്ക് ഡ്രൈ സാമ്പിൾ അല്ലെങ്കിൽ വാട്ടർ സാമ്പിൾ കിട്ടും. വാട്ടർ സാമ്പിളിന് നമ്മൾ ഈ ഫോർമുല വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, W3 - W2 ബൈ W3 - W1 × 100. സോ ഓവൻ ഡ്രൈ മെത്തേഡ് വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് സാൻഡ്മാൻ മെത്തേഡ്, നോൺ യൂണിഫോം ഹീറ്റിംഗ് ആണ് താഴെ ഉണ്ടാകുന്നത്. സോ ഇതിലും സെയിം ആണ്. W1 ആദ്യം നമ്മൾ W1 വെയിറ്റ് ചെയ്യും, W2 വെറ്റ് സാമ്പിളിനെ വെയിറ്റ് ചെയ്യും, W3 എന്ന യൂണിഫോം ഹീറ്റിംഗ് ചെയ്യുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഡ്രൈ സാമ്പിളാണ്. സോ ഇന്ന് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ, ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ വാട്ടർ കണ്ടൻറ്റ് കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. ആൽക്കഹോൾ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കഹോളിനെ ആഡ് ചെയ്യും ഓൺലി ബിക്കോസ് ഡ്യൂ ടു റേറ്റ് ഓഫ് ഇവാപ്പറേഷനെ ഇൻക്രീസ് ചെയ്യാൻ. ഓക്കെ, സോ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഇൻക്രീസ് ആകും, അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. കാൽഷ്യം കാർബൈഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം കാർബൈഡ് വിത്ത് സ്റ്റീൽ നമ്മൾ ആഡ് ചെയ്യും. അതിൽ സോയിൽ സാമ്പിളിലുള്ള മോയ്സ്ചറിനെ കൊണ്ട് റിയാക്റ്റായി അത് വാട്ടർ അല്ലെങ്കിൽ C2H2 ഗ്യാസായി മേളിലോട്ട് ഇവാപ്പറേറ്റ് ആകുന്നത് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഡയൽ ഗോജ് ത്രൂ ആണ്. എത്ര വാട്ടർ ആണോ ഉള്ളത് അത് അത്ര ഇക്വലൻറ്റ് പ്രഷർ ഇവിടെ ആക്ട് ചെയ്യും. സോ നമ്മൾ അത് ഡയൽ ഗോജ് ത്രൂ മെഷർമെൻറ്റ് ചെയ്യും. ആ ഒരു അപ്പാരറ്റസ് ആണ് ഇത് കാണുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഫുൾ എത്ര സാമ്പിൾ എടുക്കുന്നത് എല്ലാം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാനോമീറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാമ്പിളാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ 900 mm ഫ്ലാസ്ക് ആണ്, 6 mm ഡയമീറ്റർ ആണ്. പിന്നെ ഇത് ആദ്യം സാമ്പിൾ പാനോമീറ്ററിൻ്റെ വെയിറ്റ് ചെയ്തു, പിന്നെ നമ്മുടെ സാമ്പിൾ എടുത്ത് അതിൻ്റെ വെയിറ്റ് ചെയ്തു, പിന്നെ നമ്മൾ വാട്ടർ ആഡ് ചെയ്തു, അപ്പോൾ അതിൻ്റെ വെയിറ്റ് ചെയ്തു, പിന്നെ W4 ഓൺലി വാട്ടർ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. W2 എന്ന് പറയുന്നത് മാസ് ഓഫ് ദ വാട്ടർ എന്ന് പറഞ്ഞാൽ W2 മൈനസ് ഈ ഒരു സാമ്പിൾ മൈനസ് ഈ ഒരു W1 മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പിൾ കിട്ടും. ഈ ഒരു സാമ്പിളിനെ നമ്മൾ വോള്യൂം ഓഫ് സോളിഡ് മൈനസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ സോളിഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടും. സോ വെയിറ്റ് ഓഫ് ദ വാട്ടർ കിട്ടി, നമുക്ക് ഈ ഒരു W4ൻ്റെ യൂസ് ചെയ്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ദ സോളിഡും കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വെയിറ്റ് ഓഫ് ദ വാട്ടർ കണ്ടൻറ്റ് കിട്ടും. വാട്ടർ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വെയിറ്റ് ഓഫ് ദ വാട്ടർ ബൈ വെയിറ്റ് ഓഫ് ദ സോളിഡ്. ഓക്കെ, പിന്നെ അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയൊരു ഫോർമുല കിട്ടും. W2 - W1 ബൈ W3 - W4. ഇതിനെ ഓർഡറിൽ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 ഈ ഒരു ബോക്സ് ടൈപ്പ് ഓർഡറിൽ പഠിച്ചാൽ മതി. ഈ ഒരു പാറ്റേണിലാണ് പഠിക്കുന്നത്. 1 2 3 4. ഓക്കെ, ഇൻറ്റു 1 - 1 ബൈ G - 1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല. പിന്നെ ഇത് നമുക്ക് പാനോമീറ്റർ ടെസ്റ്റ് വെച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റ് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റേഡിയേഷൻ മെത്തേഡാണ്. റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ 2 കേസിംഗ് ആണ്, സ്റ്റീൽ കേസിംഗ്. ഒന്ന് നമുക്ക് ഒരു സൈഡിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ യൂസ് ചെയ്യും, മറ്റേ സൈഡിൽ ഡിറ്റക്ടർ യൂസ് ചെയ്യും. ഇൻ ബിറ്റ്വീനിൽ സോയിൽ സാമ്പിൾ, നമുക്ക് ഏത് സാമ്പിളിൻ്റെ ആണോ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കേണ്ടത് ആ സാമ്പിൾ ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര അധികം സോയിൽ സാമ്പിൾ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ അത്രയും കുറച്ച് ഡിറ്റക്റ്റ് ആവത്തുള്ളൂ. വാട്ടർ കണ്ടൻറ്റ് കുറവാണെങ്കിൽ കൂടുതൽ ഡിറ്റക്റ്റ് ആവും. അത് കാരണം നമുക്ക് ഇതിനെ കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് എത്ര വാട്ടർ സാമ്പിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു ബേസിക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് വാട്ടർ കണ്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെസ്റ്റ് കോർ കട്ടർ മെത്തേഡും സാൻഡ് റിപ്ലേസ്മെൻറ്റ് മെത്തേഡും പിന്നെ പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അതുവരേക്കും എൻ്റെ വീഡിയോസ് കാണുക. പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.